സാധാരണ ഡോക്ടേഴ്സ് പറയുക അവിടെ ഒരു കിടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബെഡ് ഉണ്ടാകും, അവിടെ കിടക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും. നമ്മളത്രയും സേഫാണ്, സെക്യൂറാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോ ഇതൊരു CCTV ഫുട്ടേജാണ്, ഞെട്ടിപ്പിക്കുന്ന ഒരു CCTV. അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ത്രീ, ആ ഒരു പേഷ്യൻ്റ്, രോഗി അവിടെ കിടന്നു. പെൺകുട്ടികളാണ് വരുന്നത് എങ്കിൽ കുറച്ചും കൂടെ ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടെ സൗകര്യം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഓപ്പണായിട്ട് കാണിച്ചു കൊടുക്കും. പക്ഷേ നിങ്ങൾ സേഫ് അല്ല ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഒരു ഡോക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റിനൊക്കെ ദൈവ തുല്യമായിട്ടാണ് അവർ കാണുന്നത്. പക്ഷേ ആ പ്രൊഫഷൻ ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഡോക്ടേഴ്സിനെയൊക്കെ എന്താണ് ഗൈസ് നമ്മൾ ചെയ്യുക? അതായത് ഒരു ഹോസ്പിറ്റലിൽ ഈ ഒരു സ്ത്രീ പനി ബാധിച്ചിട്ട് പോയതാണ്. പനി, തലവേദന ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി, OP എടുത്തു. ശേഷം ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറുടെ മുറിയിൽ പ്രവേശിച്ചു. സാധാരണ നമുക്കറിയാം ഒരു ഡോക്ടറുടെ കൺസൾട്ടിങ് റൂമിൽ എന്തൊക്കെയുണ്ടാകും. ഡോക്ടർ ഇരുന്ന് പരിശോധിക്കുന്ന അവിടെ നമുക്കിരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ടാകും. പരിശോധിക്കുന്ന സമയത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പ് ചെയ്യണമെങ്കിൽ സാധാരണ ഡോക്ടേഴ്സ് പറയുക അവിടെ ഒരു കിടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബെഡ് ഉണ്ടാകും, അവിടെ കിടക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും. നമ്മളത്രയും സേഫാണ്, സെക്യൂറാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോ ഇതൊരു CCTV ഫുട്ടേജാണ്, ഞെട്ടിപ്പിക്കുന്ന ഒരു CCTV ആണ്. ഒരു ഡോക്ടർ തൻ്റെ അടുത്തേക്ക് വരുന്ന പേഷ്യൻസിൻ്റെ സ്വകാര്യ ഭാഗങ്ങൾ വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്ന ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു വീഡിയോ നമുക്ക് കാണാം. ലൈക്ക് ചെയ്തിരിക്കാൻ ശ്രമിക്കുക, മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട, കൊണ്ടുവക്കാം. അതായത് ഒരു വീട്ടമ്മയാണ്. സാധാരണ നിങ്ങൾ ഈ CCTV കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ഡോക്ടർ പരിശോധിക്കുന്ന കൺസൾട്ടിങ് റൂമാണ്, മറ്റാരുമില്ല, ഈവൻ ഡോക്ടർ പോലും അവിടെയില്ല. പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ പുറത്തേക്ക് പോയി പേഷ്യൻറ്റിനോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ വരാം, നിങ്ങൾ ഈ ബെഡിലൊന്ന് കിടക്ക്, ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ത്രീ, ആ ഒരു പേഷ്യൻ്റ്, രോഗി അവിടെ കിടന്നു. മറ്റാരുമില്ല കേട്ടോ, കൺസൾട്ടിങ് റൂമിൽ ആരും തന്നെ ഇല്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ റൂമിലേക്ക് ഒരു നേഴ്സ് വരികയാണ്. നേഴ്സ് ഈ ഒരു പെൺകുട്ടി പോലും അറിയില്ല കേട്ടോ ക്യാമറ വെച്ചത്. എനിവേ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു നേഴ്സ് അകത്തേക്ക് കയറി ആ പെൺകുട്ടി ഇഞ്ചക്ഷൻ എടുക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു സ്ത്രീയുടെ സ്വകാര്യ ഭാഗത്ത് ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് സാധാരണ നമ്മളവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കും. ചില സ്ത്രീകൾ, പെൺകുട്ടികളാണ് വരുന്നത് എങ്കിൽ സാധാരണ അങ്ങനെയാണ്, സ്ത്രീകൾക്ക് ഇഞ്ചക്ഷൻ ചെയ്യാൻ പെൺകുട്ടികളാണ് വരിക. പെൺകുട്ടികളാണ് വരുന്നത് എങ്കിൽ കുറച്ചും കൂടെ ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടെ സൗകര്യം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഓപ്പണായിട്ട് കാണിച്ചു കൊടുക്കും. പക്ഷേ നിങ്ങൾ സേഫ് അല്ല ഗൈസ്. ചിന്തിക്കുക, നിങ്ങൾ എവിടെയും സുരക്ഷിതരല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ സൂക്ഷിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇഞ്ചക്ഷൻ എടുത്തു. ഇതിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു വീട്ടമ്മ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. എനിവേ ഇഞ്ചക്ഷൻ എടുത്തു, ഒരു ഭാഗത്ത് ഇഞ്ചക്ഷൻ എടുത്തു. ശേഷം മറുഭാഗം കൂടെ ഇഞ്ചക്ഷൻ എടുക്കുകയാണ്. പ്രഗ്നൻ്റ് ആണോ അറിയില്ല, വ്യക്തമായിട്ട് അറിയില്ല. ആ രോഗി പറയാണ്, ഗൈസ് നിങ്ങൾ നോക്കുക, ഇത്രയുമൊന്നുമല്ല, ഇതിനേക്കാൾ ഓപ്പണായിട്ട് കാണിച്ചു കൊടുക്കുന്ന രോഗികളുണ്ട് ഇല്ലേ? പക്ഷെ നമ്മൾ എന്ത് കരുതിയിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്? ഡോക്ടറാണ് അല്ലെങ്കിൽ നഴ്സാണ്. നമ്മുടെ അസുഖം മാറാൻ വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അവരൊരിക്കലും നമ്മളെ ഉപയോഗിക്കില്ല, ദുരുപയോഗം ചെയ്യില്ല എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുമെങ്കിലും നമ്മൾ സുരക്ഷിതരല്ല.
എനിവേ ആ രോഗി അവിടെ നിന്ന് പോയി. പക്ഷേ അന്ന് തന്നെ അത് പിടിക്കപ്പെട്ടു. ഒരു സംശയം തോന്നിയിട്ട് ചെക്ക് ചെയ്തപ്പോൾ ഈ രോഗിയല്ല, മറ്റൊരു പേഷ്യൻ്റ് അകത്തേക്ക് കയറിയ സമയത്ത് ഒരു സംശയം തോന്നി ചെക്ക് ചെയ്തപ്പോൾ കണ്ട കാഴ്ചയാണ്. ഈ സമയത്ത് പോലും ഡോക്ടർ അവിടെ വന്നിട്ടില്ല. കാരണം ആ നാറിക്കറിയാം, എല്ലാം റെക്കോർഡാണ്. എന്ത് കഴപ്പാണ് എന്നൊക്കെ നമ്മൾ പറയാം, ഇതിനൊക്കെ എന്ത് കഴപ്പാണ്. സോ മാക്സിമം കഴിയുന്ന ആളുകളെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.